നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആശ്രമത്തിൽ തറവാട് കൊടുക്കുന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. എന്നാൽ ഒരു വാക്ക് ഈ മനോഹരനോട് പറഞ്ഞു. ഈ മനോഹരൻ ഇപ്പോ ജീവിച്ചിട്ടുണ്ടല്ലോ. എന്താ ഈ പറയണത്? ഇത് വീട് കയറി താമസമൊന്നും അല്ല, എല്ലാരും വിളിച്ച് പറയാൻ വേണ്ടിട്ട്. എന്നാലും സീതേച്ചിക്ക് ആശ്രമത്തിന് വീട് എഴുതി കൊടുക്കാൻ എങ്ങനെ തോന്നി? മക്കളും മരുമക്കളോടും കേബിൾ ജീവനക്കാരായ എന്നോടും പറയാണ്ട് എങ്ങനെ എഴുതി കൊടുക്കാൻ തോന്നി? ഷാഹിന മുതലാളിക്കങ്ങ് പറയായിരുന്നു എന്നോട്. ഞാൻ എന്ത് പറയാനാ മനോഹരേട്ടാ? എന്റെ മുതലാളി ഗൾഫിൽ നാട്ടിലേക്ക് വന്നാല് ഏടെ കേറി കിടക്കും, റോഡുമ്മയാ. എന്റെ അമ്പിളിക്കൊക്കെ അങ്ങനെ റോഡിൽ കിടക്കേണ്ട ആവശ്യമൊന്നും വരൂല മനോഹരേട്ടാ. വരൂല. എന്റെ വീട്ടിലേക്ക് വരാം, രണ്ടാക്കും എന്റെ വീട്ടിലേക്ക് വരാം. അതിന്റെ ആവശ്യമൊന്നും ഇല്ല, എനിക്കൊരു വീടുണ്ടല്ലോ, ഞാനും അമ്പിളിക്കും കൂടെ അങ്ങോട്ട് പൊക്കോളൂ. എന്തിനാ ബാപ്പേനും ഉമ്മേനും ബുദ്ധിമുട്ടിക്കുന്നത്? അവർക്ക് എന്തിനു ശല്യാക്കുന്നത്? എന്റെ വീട്ടിലേക്ക് വന്നോ, അവിടെ ഒരു കുഞ്ഞില്ല, ആകെയില്ല കുഞ്ഞി ഞാനാണ്. കണ്ടോ ഷാഹിന, അമ്പിളി ഇവിടെ ഉള്ളപ്പോ എപ്പോഴും അവനെ ചീത്തറയിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പം സഹായിക്കാൻ അവനെ ഉണ്ടായുള്ളൂ. അതെ. ഷാഹിനോനളി വാടകയായിട്ട് ഒരു 10 പൈസ എനിക്ക് വേണ്ട. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നതാണ് മനോഹരൻ. പിന്നെ മാസാമാസം എന്തെങ്കിലും ഒരു പൈസ ആയിട്ട് തരണം. അതിന്റെ അഡ്വാൻസ് ഇപ്പം കിട്ടിയ വലിയ ഉപകാരം. വാടക ചിട്ട് എഴുതാൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? വെറുതെ അമ്മളേടം ചീത്ത വിളിച്ചോണ്ടിരുന്നത്. അതെ, നീ പോ നോക്ക് മനോഹര, ചെല്ലു ചെല്ല്. ഇതെന്താ കുഴിയൊക്കെ കുത്തിയിട്ട് എല്ലാരും കുഴിക്ക് ചുറ്റും നിൽക്കുന്നത്? പൂച്ചവെള്ളം ചത്ത? പൂച്ചല്ല, തറവാടാത്തെ. തറവാടി എത്തെങ്കിൽ ഇതിലും വലിയൊരു കുഴി വേണ്ട, ഇത് ചെറുതല്ലേ. സുനിത്താത്ത പറഞ്ഞ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ടോ? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ, അപ്പുണ്ണി അങ്ങ് വിട്ടുകളാ. താങ്കുച്ച കുയിൽ താൻ തന്നെ വീഴും. അപ്പുണ്ണിട്ടായാലും വീണിട്ട് കയ്യും കാലും പൊടിയും. മനോഹരനോ? എവിടായിരുന്നു? കൊറേ കാലം ആയല്ലോ കണ്ടിട്ട്. തറവാട്ടൊരു ദുരന്തം ഉണ്ടാവുമ്പല്ലേ വരാൻ ത്രില്ല് ഉണ്ടാവൂലോ. ഓ, അപ്പൊ തറവാട്ടിലുള്ള എല്ലാരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്നതല്ലേ? ആശ്വസിപ്പിക്കാൻ? അവൻ മുറിവിലെ ഉപ്പ് പുരട്ടാൻ വേണ്ടി വന്നവൻ. അപ്പുണ്ണേട്ടാ, ഈ തറവാട് പോകുന്നതിന്റെ സങ്കടത്തിലാ ഇതെല്ലാം പറയുന്നത് മനസ്സിലായി. അപ്പുണ്ണേട്ടാ, വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്ന സർക്കാരിന്റെ ഒരു പരിപാടി ഉണ്ട്, അതിലൊന്ന് അപേക്ഷ നോക്കിയേ. അതെ, ഈ തറവാട് പോയി നിന്നിയായിട്ട് ഉറപ്പിക്കൊന്നും വേണ്ട. പങ്കിമാവനെ കുഞ്ഞമ്മയായിട്ട് സംസാരിക്കാന്ന് ഏറ്റിട്ടുണ്ട്. അയ്യോ, അപ്പൊ അപ്പുണ്ണി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? കുമാരി ഒന്നും പറഞ്ഞില്ലേ? എന്റെ അപ്പുണ്ണി ആ ചർച്ചയൊക്കെ പരാജയപ്പെട്ടു. പങ്കിയമ്മാനെ കുഞ്ഞമ്മ കണ്ടം വഴി ഓടിച്ചു. പരാജയപ്പെട്ടോ? പരാജയപ്പെട്ടു. നീ എന്നോട് പറയാഞ്ഞേ? എന്തിനാ ഇനിയും വിഷമം കയറിയിട്ട് ഈ കുഴി കുത്താനാ? പങ്കിയമ്മാരെ കൊണ്ട് ഒരു കുഴപ്പമില്ല. അതെ, ഞങ്ങളെ കുടുംബകാര്യത്തിൽ നീ വല്ലാണ്ട് ഇടപെടണ്ട മനോഹര. തറവാട് കയ്യിൽ നിന്ന് പോകുമ്പോ അഹങ്കാരത്തിന് ഒരു കുറവില്ല അപ്പുണ്ണേട്ടന്റെ. എന്റെ മനോഹരേട്ട ഒന്നും മിണ്ടാതിരിക്ക്. അപ്പുണ്ണേട്ടൻ തറവാട് പോകുന്നതിന്റെ വിഷമം കൊണ്ട് പറയുന്നതാ. മനോഹരേട്ടൻ ചെല്ലാൻ നോക്ക്, പോയിട്ട് കേബിളിലൊക്കെ കാശ് പിരിക്ക്. ചെല്ല് ചെല്ല് മനോഹര, ചെല്ല് മനോഹരേട്ടാ. ഇനിയിപ്പോ ഈ തറവാടിനെ രക്ഷിക്കാൻ എന്താടി ഒരു വഴി? എനിക്കൊരു എത്തും പിടിയും കിട്ടണില്ല ചേച്ചി. എന്നാ എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നുണ്ട്. പങ്കിയമ്മാനേക്കാൾ ശക്തിയും ബുദ്ധിയും ഉള്ള ഒരാൾ ഈ തറവാട്ടിലുണ്ട്. അയാൾ വിചാരിച്ചാൽ നമ്മളെ രക്ഷിക്കാൻ പറ്റും. സാറാമ്മ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.